നിബിതങ്ങൾ ഒരവസരത്തിൽ ആയിഷ ബീവിയോട് പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മാതാവിന്റെ ഉദരത്തിൽ നിന്നും ഏത് രൂപത്തിലാണോ അവൻ പുറത്തേക്ക് വന്നത്, നഗ്നരായി പാദരക്ഷകളില്ലാതെ വസ്ത്രമില്ലാതെ ആ രൂപത്തിലായിരിക്കും ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് നിർത്തുമോ നബിയെ എന്ന് ആശ്ചര്യത്തോടെ ആയിഷ ബീവി ചോദിച്ചപ്പോൾ അതേ എന്ന് നിബിതങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ നബിയെ? കരങ്ങൾ ആയിഷ ബീവിയുടെ തോളിൽ തട്ടിയിട്ട് മുത്തനബിതങ്ങൾ പറഞ്ഞു, ആ ദിവസം ജനങ്ങൾ അതിനെ തൊട്ടെല്ലാം ഭീതിയിലായിരിക്കും. 40 വർഷങ്ങളോളം ഭക്ഷണവും ആഹാരവും അതുപോലെ പാനീയവും ഒന്നും ലഭിക്കാതെ അവരുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതായ നിലയിലായിരിക്കും ജനങ്ങളെന്നുണ്ടാവുക. ചിലർ കാൽപാദം വരെയും, ചിലർ തണ്ടങ്കാല് വരെയും, ചിലർ മുട്ടുവരെയും, മറ്റു ചില ആളുകൾ പൊക്കിള് വരെയും, നെഞ്ച് വരെയും, വയറ് വരെയും ഒക്കെ വെള്ളത്താൽ, അതായത് വിയർപ്പിനാൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ മഹ്ശറയിൽ നിൽക്കപ്പെടുന്നത്. ആയിഷ ബീവി ചോദിച്ചു, ആ ദിവസം ആർക്കെങ്കിലും വസ്ത്രം നൽകപ്പെടുമോ നബിയെ? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അംബിയാഉ വഅഹ്ലുഹും വസ്വാഇമു റജബിൻ വശഅബാന വറമളാന അലൽ വിലാഇ. അംബിയ മുർസലീങ്ങൾക്കും അവരുടെ കുടുംബക്കാർക്കും നാളെ അള്ളാഹു വസ്ത്രം കൊടുക്കും. അതുപോലെ തന്നെ റജബിലും ഷഅബാനിലും റമളാനിലും തുടർച്ചയായി ആരാണോ നോമ്പനുഷ്ഠിക്കുന്നത് അവർക്കും നാളെ അള്ളാഹു അവന്റെ മഹ്ശറ വൻസഭയിൽ വസ്ത്രം നൽകപ്പെടുന്നതാണ്. എല്ലാവരും ഭീതിയിൽ വല്ലാത്ത വിശപ്പിലും ദാഹത്തിലും കഴിയുന്ന സമയത്ത് ആ നോമ്പനുഷ്ഠിച്ച അള്ളാഹുവിന്റെ അടിമകൾക്ക് ഒരു വിശപ്പോ ഒരു ദാഹമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അവർക്ക് സന്തോഷമായിരിക്കും. ചില ഔലിയാക്കന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും, 90 ദിവസം അല്ലെങ്കിൽ 96 ദിവസം റജബിലും ഷഅബാനിലും റമളാനിലും 6 നോമ്പെന്ന സുന്നത്തും എല്ലാം പിടിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മഹാരഥന്മാർ. അവരുടെ പാത പിന്തുടരാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.